ഞാൻ സുബിൻ വയ്യാർ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. പല ആളുകളും ഇൻകം ടാക്സിന്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ ടാക്സ് അടയ്ക്കാനായിട്ട് പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സെഷൻ ടൈം ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടേക്ക് എത്തുക എന്നതിനെ കുറിച്ച് പല ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ടാക്സ് അടയ്ക്കുക എന്നതിനെ കുറിച്ചാണ്. ഇതുപോലെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഗൂഗിളിൽ പേ ടാക്സ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെക്കൻഡായിട്ട് ഇ പേയ്മെൻറ്റ് ഫോർ ടിൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓൺലൈൻ സർവീസസ് tin.NSDL വെബ്സൈറ്റ് കാണാനായിട്ട് കഴിയും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോൺ TDS TCS ലെഫ്റ്റ് സൈഡിൽ TDS TCS കാണാം. ഇത് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ടാക്സ് പിടിക്കുന്ന ആളുകളാണ് ഈ ചലാൻ ഉപയോഗിക്കേണ്ടത്. അതായത് ചലാൻ നമ്പർ ITNS 281. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചലാൻ നമ്പർ ITNS 280, അതായത് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, ടാക്സ് ഓൺ റെഗുലർ അസസ്മെൻറ്റ്. ഈ ഒരു ചലാനാണ് നമ്മൾ 280 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഇതിൽ ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനികൾ അടയ്ക്കുന്നതാണ് കോർപ്പറേഷൻ ടാക്സ് 20 എന്നുള്ളത്. നമ്മൾ 21 ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് ആണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ്. 300 എന്നുള്ള കോഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ടാക്സ് ഓൺ റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഓൺ റെഗുലർ അസസ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് സെലക്ട് ചെയ്തു. നിങ്ങളുടെ ബാങ്ക് ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഇതിൽ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക. നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ 22-23 ആണ്. നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് ആണ് അടയ്ക്കുന്നത്. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആയിട്ടാണ് അടയ്ക്കുന്നത്. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ TDS കഴിച്ച് ബാക്കി തുക നിങ്ങൾ അടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാർ ഇട്ടിട്ട് റെഡ് മാർക്കുള്ള കോളംസ് മാത്രം ഫില്ല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പിൻകോഡും കമ്പൽസറിയാണ്. ഒരു ക്യാപ്ച നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ പേജ് വരും. നിങ്ങൾ ടാക്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 21, അതായത് ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് ആണ്. ടാക്സ് പേയ്മെൻറ്റ് കോഡ് വരുന്നത് 300, അതായത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ് വരുന്നത്. മോഡ് ഓഫ് പേയ്മെൻറ്റ് നെറ്റ് പേയ്മെൻ്റ് ആണ്. നിങ്ങളുടെ പാൻ നമ്പർ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് കൺഫർമേഷനായിട്ട് വരുന്നത് നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ 2021-22 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. താഴെ കൺഫർമേഷൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. നിങ്ങൾ ഐ എഗ്രി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ടു ദ ബാങ്ക് കൊടുക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൻ്റെ പേജിലേക്കാണ് പോകുന്നത്. റീറ്റെയിലർ യൂസർ ആയതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ഹിയർ കൊടുക്കുന്നു. ശേഷം നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൻ്റെ യൂസർ ID പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. നിങ്ങൾ ബേസിക് ടാക്സ്, നിങ്ങൾ എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, സർചാർജ്, എഡ്യൂക്കേഷൻ സെസ്, അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾ ടാക്സ് എമൗണ്ടിൻ്റെ അവിടെ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു 0 ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 റുപ്പിയാണ് വരുന്നത്. നമ്മളിവിടെ 1000 റുപ്പീസ് അടയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് സാധാരണ ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പാൻ നമ്പറും പേരും അവിടെ കാണിക്കും. പേര് മാസ്ക് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. ദെൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ എന്നുകൂടി കാണിക്കും. ഏത് അസസ്മെൻറ്റ് ഇയറിലേക്കാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത്, മേജർ ഹെഡ് ഏതാണ്. മേജർ ഹെഡ് എന്ന് പറയുന്നത്
നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് എന്നുള്ളതാണ്. ദെൻ മൈനർ ഹെഡ് 300 എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. നിങ്ങളുടെ പേര് അഡ്രസ്സ് വന്നിട്ടുണ്ടായിരിക്കും. ദെൻ നിങ്ങൾ കൺഫേം കൊടുക്കുക. ബാക്കി സാധാരണ പോലെ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടായിരിക്കും. സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രോസസ്സിങ് സക്സസ്ഫുൾ എന്ന് കാണാം. അതായത് പേയ്മെൻറ്റ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കംപ്ലീറ്റ്, പ്രോസസ്സിങ് സക്സസ്ഫുൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചലാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചലാൻ എന്ന് കാണാം. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ടാക്സ് പേയേഴ്സ് കൗണ്ടർ ഫോയിൽ. ഇതിൻ്റെ ഫോർമാറ്റ് പല ബാങ്കുകളിലും പല തരത്തിലായിരിക്കും. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ പാൻ നമ്പർ, ദെൻ നമ്മൾ മേജർ ഹെഡ്, മൈനർ ഹെഡ്, ദെൻ ഇതിൽ റൈറ്റ് സൈഡിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ചലാൻ നമ്പർ 280 അതല്ല നമുക്ക് വേണ്ടത്. നമ്മളുടെ BSR കോഡ്, നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് ആവശ്യമുള്ളത് BSR കോഡ്, ബാങ്കിൻ്റെ BSR കോഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 0510308 എന്നുള്ളതാണ് BSR കോഡായിട്ട് വരുന്നത്. ഡേറ്റ് ഓഫ് റിസീപ്റ്റ് 11/7/2022 ആണ്. ചലാൻ സീരിയൽ നമ്പർ ഇത് നിങ്ങൾക്ക് അവിടെ ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ചലാൻ സീരിയൽ നമ്പർ ചോദിക്കും. ഈ ചലാൻ സീരിയൽ നമ്പർ 10193 എന്നുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. മുകളിലുള്ള ചലാൻ നമ്പർ അല്ല. ചലാൻ നമ്പർ ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്ത ചലാനാണ്. ദെൻ അസസ്മെൻറ്റ് ഇയർ ചോദിക്കുന്നുണ്ട്. ബാങ്ക് റെഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ BSR കോഡ്, ഡേറ്റ് ഓഫ് റിസീപ്റ്റ്, ചലാൻ സീരിയൽ നമ്പർ. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് അവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ നിങ്ങളുടെ എത്രയാണ് എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ടാക്സ് അടയ്ക്കുന്നത്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സിൻ്റെ അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്.